ഫ്രിഡ്ജിൽ വെച്ച ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കാറുണ്ടോ? ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ സാധാരണ ശീലമാണ്. എന്നാൽ ശരിയായ രീതിയിലല്ല ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ഗുരുതരമായ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായേക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബാസിലസ് സീരിയസ് എന്ന ബാക്ടീരിയയാണ് ഇവിടെ പ്രധാന വില്ലനാകുന്നത്. അരി വേവിച്ചാലും നശിക്കാത്ത ബാക്ടീരിയയുടെ സ്പോറുകൾ ഇതിൽ അടിഞ്ഞിട്ടുണ്ടാകാം. ചോറ് പാകം ചെയ്ത ശേഷം സാധാരണ താപനിലയിൽ കൂടുതൽ സമയം വെച്ചാൽ ഈ സ്പോറുകൾ ബാക്ടീരിയകളായി വളരുകയും വിഷാംശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. പിന്നീട് എത്ര ചൂടാക്കിയാലും ഈ വിഷാംശം ഇല്ലാതാകില്ല. ഇത് കഴിക്കുന്നത് വഴിയാണ് ഛർദിയും വയറിളക്കവും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളോട് കൂടിയ ഫ്രൈഡ് റൈസ് സിൻഡ്രോം ഉണ്ടാകുന്നത്. ബാക്ടീരിയയുടെ വളർച്ചയെക്കുറിച്ച് അമേരിക്കയിലെ അരിസോണ ആസ്ഥാനമായ ബാനർ ഹെൽത്തിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജെസിക്ക ഹിൻസ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഏതാണ്ട് 30 ഡിഗ്രി താപനിലയിൽ ബാസിലസ് സീരിയസ് പോലുള്ള ബാക്ടീരിയകൾ അതിവേഗം പെരുകുമെന്നും വെറും മിനിറ്റുകൾക്കുള്ളിൽ അവയുടെ എണ്ണം ഇരട്ടിയാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരാളെ രോഗിയാക്കാൻ ആവശ്യമായ വിഷാംശം ഉൽപ്പാദിപ്പിക്കാൻ ഇത്രയും കുറഞ്ഞ സമയം മതിയാകുമെന്നും ഡോക്ടർ ജെസിക്ക ഉറപ്പിക്കുന്നു. പാകം ചെയ്ത ചോറ് 1 മണിക്കൂറിൽ കൂടുതൽ പുറത്തു വെക്കരുത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേഗം തണുപ്പിച്ച ശേഷം ചോറ് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെച്ച ചോറ് 1 ദിവസത്തിലധികം കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരിക്കൽ ചൂടാക്കിയ ചോറ് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുതെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ചൂടാക്കുമ്പോൾ ചോറ് പൂർണ്ണമായും എല്ലാ ഭാഗവും നന്നായി ചൂടായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആവി പറക്കുന്ന രീതിയിൽ ചൂടാക്കുന്നത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കും. എന്നാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബാക്ടീരിയകൾ പുറപ്പെടുവിച്ച വിഷാംശം ചോറിലുണ്ടെങ്കിൽ ചൂടാക്കുന്നത് കൊണ്ട് ഫലമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സംഭരണ രീതിയാണ് ഏറ്റവും പ്രധാനം. ലളിതമായ ഏറ്റവും മുൻകരുതലുകൾ പാലിക്കുന്ന വഴി ഭക്ഷ്യവിഷബാധ തടയാനും ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും.